യെസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ വിഭജന ഭീതി അനുസ്മരണ ദിവസ് എന്ന നിലയിൽ ഒരു ആചരണം നടത്തണം എന്ന് പറയുന്നതിലൂടെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ രാജ്യം എങ്ങനെ മതത്തിൻ്റെ പേരിൽ വെട്ടി വിഭജിക്കപ്പെട്ടു എന്ന ചരിത്രം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ ലക്ഷ്യമിട്ടത്. കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണറും കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വെച്ച നിലപാട് എന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, സർവകലാശാലകളിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. ഇത്തരമൊരു അനുസ്മരണം സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അടുത്ത തലമുറ എന്തായിരുന്നു രാഷ്ട്രവിഭജനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമെന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരുമൊക്കെ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? ഹസ്കർ, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കൽക്കത്തയിലെ നവഗാലി തെരുവിൽ ഒരു കൊച്ചു കുടിലിന് മുന്നിൽ ഒരു വൃദ്ധൻ കൂടിയിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ വീണുകൊണ്ട്. ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ്. ഇതെന്റെ വാക്കുകളല്ല, ഹാരി കോളിൻസും ഡൊമിനിക് ലാപ്റ്റിയറും എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ 2 ബ്രിട്ടീഷുകാർ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ ഈ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് വഴി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പകിട്ട് മഹത്വം കെടുത്തുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും അത് ഏറ്റുപിടിക്കുന്ന RSSന്റെ കുഴലൂത്തുകാരനായ കേരള ഗവർണർ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അത് എന്തു ചരിത്രബോധമാണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടങ്ങളിൽ ഇപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശ്രീ RV ബാബു പറയുന്നത് പോലെ അദ്ദേഹം എടുത്തുദ്ഘോഷിക്കുന്നത് അലക്സാണ്ടറുടെ കാലം മുതലുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം അലക്സാണ്ടറിന്റെ കാലം മുതൽ കാണാൻ RSS ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ ആ വാക്കുകളാണ് ശ്രീ RV ബാബുവിൽ നിന്ന് നാം കേട്ടത്. RSS കരുതുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ RSSനോ RSSന്റെ നേതാക്കന്മാർക്കോ ഒരിടത്തു പോലും പങ്കുണ്ടായിരുന്നില്ല എന്ന വസ്തുത മുന്നിൽ നിൽക്കുകയാണ്. ആ വസ്തുത അത് ചരിത്ര വസ്തുതയാണ്. ചരിത്രം എന്ന് പറയുന്നത് ഇന്നലകൾ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നലകൾ നടന്ന യാഥാർത്ഥ്യങ്ങളെ ഇന്നു തിരിച്ചറിയലാണ്. അപ്പോ ഇന്ത്യയുടെ വിഭജനം എല്ലാ കാലത്തും 1924 ശ്രീ ലാലാ ലജ്പത് റായിയാണ് ആദ്യമായി 2 രാജ്യങ്ങൾ മതത്തിന്റെ പേരിൽ വിഭജിക്കണമെന്ന ആഹ്വാനത്തിലേക്ക് വരുന്നത്. അതിനെത്രയോ മുമ്പ് 1921 സവർക്കർ എഴുതിയ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ ഇന്ത്യ വിഭജനത്തേക്ക് വഴിവെക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരുക്കുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പങ്ക്, RSS നടത്തിയിട്ടുള്ള പങ്ക് ചെറുതല്ല. അപ്പൊ ചരിത്രം ഇവിടെ നിൽപ്പുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ ചരിത്രം കൃത്യമായി ബോധ്യമുണ്ട്. ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൺ അവതരിപ്പിക്കുന്ന ഇന്ത്യ വിഭജനത്തിന്റെ തിയറി അവതരിപ്പിക്കുന്നതിൽ ആ തിയറിയിൽ ഇപ്പോ RSS പറയുന്നത് ഇന്ത്യ, മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്ന് അവകാശപ്പെടുകയും അതോടൊപ്പം ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനു വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് വിഭജനത്തിന്റെ സൃഷ്ടിയായത് എന്നാണ് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചരിത്രത്തിൽ സംഭവിച്ചത് എന്നത് കൃത്യമായി ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ചരിത്രം അപനിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. അതുകൊണ്ടാണ് വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞ് കേരളത്തിൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ, പക്ഷേ കേരളത്തിലെ സർക്കാരിന്റെ ഇച്ഛാശക്തി ഉണ്ട്, കേരളത്തിലെ സർക്കാരിന്റെ ദൈക്ഷണികമായ നിലപാടുകൾ കൊണ്ട് കേരള സർവകലാശാലയിലോ കേരളത്തിലെ ഒരു സർവകലാശാലകളിലും അത്തരം ഒരു ദിനം ആചരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗതികേടാണ് RSSകാരനായ ശ്രീ അർലേക്കറിന്റെ ആഹ്വാനം. അങ്ങനെയല്ല ശ്രീ ഹസ്കർ.